ഗോപാലൻ ചേട്ടൻ 10-15 കൊല്ലത്തോളമായി അദ്ദേഹം താമസിക്കുന്ന വീടാണ്. ഒരാൾക്ക് പോലും നീണ്ടു നിവർന്ന് കിടക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ താമസിച്ചു എന്ന് ചോദിച്ചാൽ അതിശയമാണ്. കഞ്ഞി വെക്കുന്നതും ചോറുണ്ടാക്കുന്നതിൽ കൂടെ തന്നെ ഇവിടെ അടുത്ത പുള്ളിക്കാരൻ്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കൊടുക്കുന്നത്. അതിനു മുമ്പേ കഞ്ഞിയൊക്കെ വെക്കുന്ന ഇവിടെ ആയിരുന്നല്ലോ, ഇവിടെ കലതൊക്കെ വെച്ച്. ഇപ്പം വയ്യാതെ ആയതിനു ശേഷം അടുത്തുള്ള വീടുകളിൽ പോയി കഴിക്കും. അതിനു മുമ്പേ ബന്ധു വീടുകൾ ലോകത്തോളം മുഴുവൻ എല്ലാം നമ്മളെ ബന്ധുക്കളെ തന്നെ. ഒരു വകയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ എന്നെ പോലെ ആവണമെന്ന് എല്ലാവരും ഒരു കണക്കിലാവൂല. ഇങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഞാൻ ആരെയൊന്നും 1 രൂപ കൈനീട്ടി വാങ്ങാറുമില്ല. ദിവസം ജോലിക്ക് പോകുമോ? വ്യവസായം ഇവിടെ ജോലിയല്ലേ ഉള്ളൂ. വ്യവസായം ജോലിയൊന്നും കിട്ടൂല. ചിലപ്പോ മാസക്കണക്കിനും വർഷക്കണക്കിനും ഉള്ള ജോലിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലേ? എനിക്ക് ആവശ്യമുള്ള പെണ്ണുണ്ടായിരുന്നു. പെണ്ണ് വരാൻ പാടില്ല. ആവശ്യമുള്ള പെണ്ണുണ്ടോ? പെണ്ണ് കിട്ടും. എത്രയോ സംബന്ധം പറഞ്ഞ അവിടെ ഞാൻ നിന്ന സ്ഥലത്ത് ഞാനൊന്ന് അതിനൊന്നും നമ്മളെ കൂടെ ഉള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് വീട്ടിലെല്ലാം ഇവിടെ കിടക്കണല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കിയതാണ്. അല്ലെങ്കിൽ പെണ്ണ് വേണ്ട ജീവിതത്തിൽ. അതിനിപ്പം ഒരു ആണിനെ ഒരു ജീവിതത്തിൽ ഒരു പെണ്ണില്ലാതെ പറ്റൂല. അത് ശരിയല്ലേ? 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 പിന്നെ എന്തുകൊണ്ട് താങ്കൾ പെണ്ണ് കെട്ടിയില്ലെന്നാണ് അതിശയം. ഈ വീട്ടിൽ കൊണ്ട് എങ്ങനെ കിടത്തും? ഈ വീട്ടിൽ കൊണ്ട് എങ്ങനെ കിടത്തും പെണ്ണിനെ? ഒറ്റയ്ക്ക് കിടക്കാൻ തന്നെ പറ്റില്ല. കിടക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് പെണ്ണ് കെട്ടാത്തത്. അല്ല, കിടക്കാൻ സൗകര്യം ഉണ്ടായിരുന്ന ഒരു പെണ്ണ് നോക്കാൻ. അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് വോട്ടൊക്കെ ഉണ്ടോ? വോട്ടർ ലിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഉണ്ട്. ഈ റേഷൻ കാർഡ് അല്ലേ? റേഷൻ കാർഡ് ഉണ്ടോ? വോട്ടൊക്കെ ചെയ്താ? വോട്ട് ചെയ്യാനൊന്നും പോയില്ല. ലിസ്റ്റ് ഒന്നും എന്റെ കിട്ടിയില്ല. ആരെങ്കിലും വീട് തരാന്ന് പറഞ്ഞാ? താമസിക്കാൻ പുതിയൊരു വീട് വെച്ച് തരാന്ന് ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. ആരെങ്കിലും വന്ന് ആവശ്യപ്പെട്ടു? നിങ്ങൾ ആരും ആവശ്യപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ കടപ്പ് കണ്ട് നിങ്ങളുടെ തോന്നുന്നു ആരും ചോദിച്ചിട്ടില്ല? ചോദിച്ചൊന്നുമില്ല. വയസ്സ് 80-ആയി. 80 ആരെ യോഗത്തിനൊന്നും ഒരു കുറവുമില്ല. അല്ല, പനി വന്ന് ആര് നോക്കണത്? ഇപ്പൊ നമ്മള് ഞാൻ ഈ പറഞ്ഞ ലെവലിൽ ആരെങ്കിലും നോക്കുന്നു വിചാരിച്ചിട്ട് ഇവിടെ കിടക്കുന്നത്. അല്ലെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയില് ആരെങ്കിലും നാറുമ്പോ എടുത്ത് കൊടുത്തോളൂ എന്ന് വിചാരിക്കും ഇവിടെ കഴിഞ്ഞു കൂട്ടണതാണ്. അല്ലാതെ വേറെ ഒരു ഉദ്ദേശവും ഇല്ല. എന്തോന്ന് പണിക്കൊക്കെ പോണ? അമ്മാട്ടി പണിക്കൊക്കെ പോവും. റേഷൻ കാർഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് റേഷൻ കിട്ടുമെന്നുണ്ടോ? അത് റേഷൻ വാങ്ങി എന്ത് ചെയ്യും? റേഷൻ വാങ്ങി കഞ്ഞി വയ്ക്കും. അവിടെ ഈ ഞാൻ പറഞ്ഞല്ലേ ബന്ധു വീട്ടിൽ, ഒരു ബന്ധു വീട്ടില് അവർ കഞ്ഞി വെച്ച് തരുമോ? അത് കുടിക്കണ പങ്ക് നമ്മളിൽ ചെന്ന് കഴിക്കും. അപ്പൊ ഈ അരി വാങ്ങിച്ച് അവിടെ കൊടുക്കും. ഓ, അങ്ങനെ ആഹാരമൊക്കെ വെച്ച് കഴിഞ്ഞ് പോവുകയാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല. എന്താ, പുത്തനമ്പലം വാർഡാണ് കേട്ടോ. നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിലെ പുത്തനമ്പലം വാർഡാണ്, നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയാണ്. പക്ഷെ അദ്ദേഹത്തിന് റേഷൻ കാർഡ് വരെ ഉണ്ട്. ആരെങ്കിലും നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല. ആരെങ്കിലുമൊക്കെ മുന്നിട്ടിറങ്ങി ഇദ്ദേഹത്തിനൊരു വീടും, മഴയത്ത് ഈ കൂരയിലൊക്കെ എങ്ങനെ കിടന്നുറങ്ങണത്? അല്ല, ഇദ്ദേഹത്തിന് ആരെങ്കിലും, ഇത് കാണുന്നവരാരെങ്കിലും സഹായിക്കാൻ മനസ്സാക്ഷിയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിനൊരു വീടും ചെറിയൊരു സൗകര്യം ചെയ്തു കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും. കാര്യം വെച്ചാൽ കേരളത്തിൽ തന്നെ എന്തുമാത്രം വീടുകൾ നിവൃത്തിയുള്ളവർക്ക് വെച്ചു കൊടുക്കാൻ ആളുണ്ട്. പക്ഷെ ഈ പൊതുവഴിയാണ്, ഈ പൊതുവഴിയിൽ ഇച്ചിരി പോകുന്ന ഓരോ ടാർപ്പാളി മറിച്ച് കമ്പും വെച്ച് വീട് വെച്ച് താമസിക്കുന്ന ഈ മാമനെ നമ്മൾ കാണാതെ പോകരുത്. മനസാക്ഷിയുള്ളവർ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു വീട്, ഒരു കൊച്ചു വീട്, ഒരു മുറി ഉള്ള ഒരു വീട് വെക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുത്താൽ അദ്ദേഹത്തിന് ആ മുഖത്തെ ദയനീയ ഭാവം കണ്ടോ? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ ഉള്ളൂ. ആൾക്കാർ ഇതെല്ലാം ഒന്ന് അറിയിക്കുക. ആൾക്കാരെ ഇതൊന്നും അറിയിച്ചാൽ മാത്രമേ ആൾക്കാർ മുന്നിട്ടിറങ്ങി ഇതൊക്കെ ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കി നടന്നിട്ടെന്നോ ഒന്നും ചെയ്തിട്ടൊന്നൊരു കാര്യമില്ല. ഇത് കാണുന്ന സന്മനസ്സായ നല്ല ആൾക്കാരുണ്ടെങ്കിൽ
ഇദ്ദേഹത്തിന് ഒരു കിടപ്പാടം ഉണ്ടാക്കാൻ ഒന്ന് സഹായിക്കണം. പോട്ടോ കേട്ടോ, ആ ശരി. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. ആരെങ്കിലുമൊക്കെ സഹായിക്കും. മനസാക്ഷിയുള്ളവർ ഒരുപാട് പേര് കേരളത്തിലുണ്ട്. ശരി. ശരി.